കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് തൃക്കാക്കര. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ 4,00,000-അടുത്തായിരുന്നു ശ്രീമതി ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം. ഇത്തവണ അതിൻ്റെ ഒരു നല്ല ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. പ്രചരണമൊക്കെ കൊഴുത്തിരിക്കുന്നു. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പൊതുവെ കിട്ടുന്നൊരു റെസ്പോൺസ്? എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? നല്ല ആത്മവിശ്വാസമുണ്ട്. വളരെ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് രണ്ടാം വട്ടം ഞാൻ മത്സരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ടീം UDF ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസമുണ്ട്. 2022 നമ്മൾ ആദ്യം കാണുമ്പോൾ അന്ന് PT-യുടെ ഒരു വിയോഗത്തിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് സ്ഥാനാർത്ഥിത്വത്തിലോട്ട് എത്തിപ്പെടുകയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രത്യേകിച്ച് PT-യുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടയാളെന്ന നിലയിൽ ഒരു പകപ്പുമില്ലാതാണ് ആ ഒരു MLA ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നത്. ഇത്തവണ എങ്ങനെയാണ് MLA എന്നുള്ള നിലയിൽ ഒന്ന് വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത്? സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഉറപ്പായിട്ടും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെയുള്ളത് എനിക്കൊരു വീഴ്ച സംഭവിച്ചു, ഇടയ്ക്കൊരു അപകടം സംഭവിച്ച സമയത്ത് ആ സമയത്ത് പോലും എൻ്റെ ഓഫീസ് നന്നായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഒരു ഭരണമാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഇടതുപക്ഷം ചാരി നിൽക്കുന്നവർ പോലും ആഗ്രഹിക്കുന്നത് അവർക്ക് നമ്മളൊന്ന് വരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. UDF 100+ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പ്രാവർത്തികമാക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത്തവണ സ്വതന്ത്ര പരീക്ഷണമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിരിക്കുകയാണ് LDF-ൻ്റെ. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ ഒരു മത്സരത്തെ കാണുന്നത്? എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്? ഞാനൊരു ഇലക്ഷൻ ആകുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഇലക്ഷൻ അല്ലല്ലോ, യുനാനിമസ് തെരഞ്ഞെടുപ്പാവില്ലേ? അതല്ല. അപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ പലരും മത്സരിക്കും. പല ചേരിയിലുള്ളവരുണ്ടാവും, പല വിശ്വാസക്കാരുണ്ടാവും, അങ്ങനെ പലരും മത്സരിക്കും. പക്ഷേ ഞാൻ മറ്റുള്ളവരെ ഒന്നും അങ്ങനെ നോക്കുന്നില്ല. ഞാൻ വിജയിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ജനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണേ. പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ശക്തനായ വിമർശകനായിരുന്നു PT തോമസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും പ്രതിപക്ഷത്തെ ഏറ്റവും ഉയർന്ന ശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. ഇപ്പം ഒരു 3ാം ടേം എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയോടെയാണ് വരുന്നത്. വലിയ PR വർക്കുകൾ നടക്കുന്നു എന്ന് ആരോപണമുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ ഈ ഒരു മത്സരത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുവെ ഈ PR-ലൊക്കെ ജനങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? PR വർക്കൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളുടെ നികുതിപ്പണം കൊണ്ട് ബോർഡ് എടുത്ത് വെച്ചിട്ട് PRD ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആദ്യം അത് PRD-യുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളായിട്ട് വന്നെങ്കിൽ ഇന്ന് അത് മാറിയിട്ട് ഒരാളുടെ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത് തെറ്റായ നടപടിയാണ്. അത് ഒന്നുകൂടി പുനർചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത് അത് കൂടുതൽ വരട്ടെ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ നമ്മൾക്ക് വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇതിനെതിരെ മുന്നിൽ വരും. ആ ചിത്രങ്ങൾ കൂടുതലുണ്ടാവട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിലേക്ക് കൂടി ഒന്ന് വരികയാണ്. പ്രത്യേകിച്ച് വളരെ വികസന സാധ്യതയുള്ള മണ്ഡലമാണ്. ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ നടക്കണം. സീപോർട്ട് എയർപോർട്ട് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. മണ്ഡലത്തിൻ്റെ ഒരു വികസനത്തെക്കുറിച്ച് എങ്ങനെയാണ് ഈ പൊതുവെ വിലയിരുത്തുന്നത് MLA എന്ന നിലയിൽ? മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി ഒക്കെയുള്ള ഈ അവസരത്തിൽ നമുക്ക് കേരളമല്ല ലോകത്തുനിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലമാണെങ്കിലും ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. കുടിവെള്ളം എത്തിക്കാതെ നമുക്ക് ആളുകളോട് ഇവിടെ വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാനോ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും പ്രിഫർ ചെയ്യണത് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളൊക്കെ 8ാം ക്ലാസ് കഴിയുമ്പോഴേ ഈ 10 വർഷത്തെ ദുർഭരണത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ പുറത്തുപോയി പഠിക്കണം എന്ന് പറയുകയാണ്. അവർക്ക് ജോലി ലഭ്യമാവുന്നില്ല. PSC ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയ ആളുകൾക്ക് പോലും ഒരവസരം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ കുറച്ചുകൂടെ വേഗത വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ MLA നേരത്തെ കേരളയുമായി ബന്ധപ്പെട്ട് ജനകീയ വിഷയങ്ങളോട് ചേർന്ന് നിന്ന് എന്തിനാണ് ഇത്ര വേഗത്തിൽ നിന്നും പോകുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു ട്രോളായി മാറപ്പെടുകയും ചെയ്തു. ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ശരിക്കും പറഞ്ഞാൽ എന്ത് ആണ് ആ സമയത്ത് ഉദ്ദേശിച്ചതും? നമുക്ക് കുറച്ചുകൂടെ വേഗത വേണ്ടതല്ലേ ശരിക്കും? അല്ല, വേഗത വേണം എന്നുള്ളത് സത്യമാണ്. ഇപ്പം നമ്മൾക്ക് നമ്മളുടെ വന്ദേ ഭാരത് വന്നല്ലോ. അപ്പം നമ്മൾക്കതിൽ സന്തോഷമുണ്ട്. അതേ പാതയിൽ തന്നെയാണ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള വീടുകളിലൊക്കെ മഞ്ഞക്കുറ്റി അടിച്ച് അവരുടെ അടുക്കളയിൽ പോലും മഞ്ഞക്കുറ്റി ഇട്ട് ഒരു വികസനം എന്നുള്ളത് വേണ്ട എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു വികസനം അത് എൻ്റെ കാഴ്ചപ്പാടിലുള്ളതല്ല. ആളുകളെയെല്ലാം
നല്ല രീതിയിൽ തന്നെ കണ്ട് നിലവിലുള്ള പാത ഇരട്ടിപ്പിച്ചുകൊണ്ട് വേണമായിരുന്നു ഇതിന് സ്പീഡ് കൂട്ടേണ്ടിയിരുന്നത്. അത്തരം രീതിയിൽ ആലോചിക്കാതെ ആളുകളുടെ വീടുകളിൽ അവരുടെ ആകെ തുച്ഛമായ സ്ഥലമുള്ള സ്ഥലത്തൊക്കെ മഞ്ഞക്കുറ്റിയിട്ട് അവരെയെല്ലാം ബുദ്ധിമുട്ടിച്ച് പലരും ആ കുറ്റി പറിച്ചെറിഞ്ഞ് ആർത്തലച്ച് കരഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോയിലും ടി വിയിലൂടെയൊക്കെ കണ്ടതാണ്. ആ കാഴ്ചകൾ കണ്ടിട്ടാണ് അതിന് എതിരാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വേണ്ട എന്നുള്ളത്. ഇതിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു വീഴ്ച സംഭവിച്ചെങ്കിലും അതിൽ നിന്ന് പോലും ഒരു പോരാളിയെ പോലെ തിരിച്ചു വരാൻ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെയൊക്കെ സ്നേഹം വലുതായിട്ട് ഊർജ്ജമായിട്ട് നിന്നു. ഒരുപാട് പ്രാർത്ഥനയും സ്നേഹവും എല്ലാവരും ചേർത്ത് പിടിച്ചു. ടീം UDF ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും മത്സരിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പ്രവർത്തിക്കാനും ഉള്ള ഒരു ധൈര്യവും ഊർജ്ജവും തന്നിരിക്കുന്നതെന്ന് പ്രത്യേകം പറയുകയാണ്. എന്തായാലും ഉമാ തോമസ് വളരെ ആത്മവിശ്വാസത്തിലാണ്. തൃക്കാക്കര ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണ്, നമുക്കറിയാം. അപ്പോൾ ഇത്തവണ ആ ഒരു പ്രതീക്ഷയ്ക്കപ്പുറം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ചൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി.